ഇപ്പോൾ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 1-2 5G ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. 5G ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഫോൺസ് നോക്കാവുന്നതാണ്. അല്ല, കൂടുതലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം 4G ഫോൺസ് ആണ് വരുന്നത്. 4G ഫോണുകളുടെ കാര്യത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. Realme 10 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ്. ഇത് പുതിയ സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, കുറച്ച് പഴയ സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 10 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് നമ്മൾ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം എടുത്തു പറയേണ്ട കാര്യം, അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാധാരണ കിട്ടാത്തൊരു ഫീച്ചറാണ് അമോലെഡ് ഡിസ്പ്ലേ. ജസ്റ്റ് അമോലെഡ് ഡിസ്പ്ലേ മാത്രമല്ല, ഇതിൽ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ അതിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത് 178 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറവാണ്. തിക്നെസ് വരുന്നത് 7.95 mm ആണ്. തിക്നെസ്സും അത്യാവശ്യം കുറവൊക്കെ തന്നെയാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച പ്രോസസ്സറാണ്. ഇപ്പോൾ 4G ഫോണിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Realme സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറും 2 MP ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, ബെസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡ്, നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇൻ്റേണൽ വെർഷൻ ഇപ്പം 9,999 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രൈസിംഗ് ആണ്. പിന്നെ 8GB RAM 128GB ഇൻ്റേണൽ വെർഷൻ വരുന്നുണ്ട്. അതിൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. മിക്കവാറും വില ഇതിലും കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. എന്തായാലും ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.